Love kabaddi. Okay. Yeah, kabaddi. Oh. അച്ഛൻസ് നമ്മളങ്ങനെ വർക്കല ബീച്ചിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. കാലിയിലുള്ള ബ്രോയാണ്, പേര് ലിജോ ആണ്. നമുക്കൊരു വലിയൊരു തുകയാണ്, വലിയൊരു തുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 10 രൂപയും വലിയ തുകയാണ്. അച്ഛൻസ് നമ്മളത് വർക്കല ബീച്ചാണ് കേട്ടോ. അത് നൈസൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ. അവിടെ ഒന്ന് കറങ്ങി ഇങ്ങോട്ട് വന്നായിരുന്നു. ഇനി നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. മോസ്റ്റ്ലി നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യും. ഓൾ കേരള വാക്ക് അവയർനെസ്സിൽ നമ്മളിപ്പോൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ വർക്കലയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്, രാവിലത്തെ ഒരു ഗുഡ് മോർണിംഗ് എല്ലാവരും ഇരിക്കട്ടെ. ഇന്നത്തെ നമ്മൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ വർക്കലയിലുള്ള എല്ലാ ഏരിയയിലും പോകണം, അവിടെയുള്ള മോസ്റ്റ്ലി നിറയെ അടുത്ത് സംസാരിക്കണം. അതുപോലെ ഇന്ന് രാവിലെ കുറച്ച് ലേറ്റായിപ്പോയി. എന്തെന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ രാത്രി 3 മണിയായി നമ്മൾ കിടന്ന് ഉറങ്ങിയപ്പോൾ. അത് കഴിഞ്ഞ് നമ്മളൊന്ന് നേരെ കിടന്ന് ഉറങ്ങി, രാവിലെ കഴിച്ച് ഫ്രഷപ്പായി പുതിയ ടീഷർട്ട് കിട്ടി. ടീഷർട്ട് ഉണ്ടല്ലോ, നമ്മൾ ടീം ലോഗോയും വെച്ചിട്ട് സനാതാലയം ബാർകോഡ് അതെല്ലാം വെച്ചിട്ടുണ്ട്. മച്ചാനും പൊളിച്ചിട്ടിരിക്കാം ടീഷർട്ടിൽ. ഓക്കെ, മാക്സിമം ഓവറോൾ നല്ലതായിരിക്കും ടീഷർട്ട്, സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് വെളിയിൽ ഇറങ്ങാം. വെളിയിൽ സമയമായല്ലോ, നമുക്ക് വെളിയിൽ അങ്ങോട്ട് എല്ലായിടം കറങ്ങിയിട്ട് ഒരു സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. അതുപോലെ ഇന്നും സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ അമുക്കാൻ മറക്കല്ല്. അതേപോലെ നിങ്ങൾ കണ്ടിട്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങളോട് പറ്റുന്ന സപ്പോർട്ടും ചെയ്യണം. അതേപോലെ വീഡിയോ കുറച്ച് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ കുറച്ച് വെളിയിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട്, ഇങ്ങനെ അതിനുവേണ്ടി 2 പേര് ഓൾ കേരള നടന്നു പോകുക എന്ന് പറയണം കേട്ടോ. പക്ഷേ അങ്ങനെ നമ്മൾ പാരിപ്പള്ളി മെഡിക്കൽ ഹോസ്പിറ്റലിനകത്ത് എല്ലായിടത്തും പോയി നോക്കിയായിരുന്നു, സംസാരിച്ചു. 2-3 പേര് ചെറിയ റെസ്പോൺസ് എല്ലാം ചെയ്തിട്ടുണ്ട്, 2 സ്റ്റുഡൻസും ഒരു സാറും. അത് നമുക്ക് നല്ലൊരു ഹെൽപ്പായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇനി പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ പാരിപ്പള്ളി ജംഗ്ഷൻ എടുത്ത് കൊല്ലം റൂട്ടാണ് പോകാൻ പോണത് കേട്ടോ. അതുകൊണ്ട് നമുക്കിനി പോണ വഴിയിലുള്ള ചെറിയ ഫുഡ് കഴിക്കണം. നിങ്ങൾ കണ്ടു കാണും, രാവിലെ തൊട്ട് ഒരു ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കിനി ഫുഡ് കഴിക്കണം. പോണ വഴിയിൽ കഴിച്ചിട്ട് അടുത്തുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് പോണ വഴിയിൽ കാണാം കേട്ടോ. അടുത്ത് നമുക്ക് പോണ റോഡ് ഇങ്ങോട്ടാണ്. ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് എടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് വെളിച്ചമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകാൻ ഒരു 5.5 കിലോമീറ്റർ ഉണ്ട്. ആ കിലോമീറ്റർ കഴിഞ്ഞിട്ട് ബിനോയിനും കൂടെ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പോണ റൂട്ടിൽ വെച്ച് നമുക്ക് പോകണം കേട്ടോ. ആൾ കേരള ഇത് ബാഗ് കുറച്ച് വെയിറ്റ് ഉണ്ട്, ഇരുന്നാൽ നമ്മൾ അങ്ങനെ എടുക്കാം. അതേപോലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് റൂമിൽ നേരെ വെളിയിൽ പോകണം, ക്ലോസ് ചെയ്തിട്ട്. ഓക്കെ, ചെക്കിനും ചെക്കൗട്ടും സമയത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ഇത് തന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബില്ല് തരും. ഫസ്റ്റ് മിസ്സായി പോയി അടുത്ത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയായിരിക്കും. അതുപോലെ നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ വെളിയിൽ ഇറങ്ങുമ്പോഴേ കുറച്ച് നല്ലൊരു വൈബിങ് ആണ് ഇവിടെ. ഫുൾ ഇന്നലെ തൂറ്റിയ മഴയുടെ ചെളിയും അതുപോലെ ഇവിടുത്തെ ഒരു ക്രൗഡും നൈസൊരു ആംബിയൻസ് ആണ് എല്ലായിടവും. അതേപോലെ നമുക്കൊരു നല്ലൊരു ഡിഫറൻറ്റിങ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ദിവസം നമ്മൾ നടന്നപ്പോൾ ഒരു ചെറിയ മഴയും നല്ലൊരു വെയിലും ഉണ്ടായിരുന്നു. അതുപോലെ ഇന്നലെ നടന്നപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരയ്ക്കും ഫുൾ മഴയായിരുന്നു, ഫുൾ റെയിനി ഡേ ആയിരുന്നു ഇന്നലെ. You guys play kabaddi? Hey bro, You play kabaddi? kabaddi. Yeah. Okay. Nice to meet you. I love kabaddi. Okay. Yeah, kabaddi. Oh, Yeah. nice. Oh, what up, kabaddi? What's up from America, California, man? I love kabaddi. It looks Bro, fun. California? My Yeah. favorite place now. Nice. Yes. What's up, kabaddi? Nice, chill, good Ayurveda, good climate, not too cold, sometimes a little too hot, but that's okay. I love Varkala, KMV. Kerala, Malabar, Varkala, baby. Yes, Malabar coast. വേറൊരു വൈബാണ് കേട്ടാ ബ്രോ, വേറൊരു വൈബാണ്. വൈബില് എന്ത് ചെയ്തോണ്ട് പറഞ്ഞറിഞ്ഞോ, എന്തോ ചെയ്തോണ്ട് കിടക്കണം കേട്ടോ. ഈ സൈഡും റോഡ് പോവും, ഈ സൈഡും റോഡ് പോവും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇടതോട്ടാണ് പോകാനുള്ളത്, ഈ റൂട്ടിലാണ് കേട്ടോ. ഇത് ഫുൾ ഫോറിനേഴ്സാണ് കേട്ടോ. അത് എല്ലാവരും ഫോറിനേഴ്സ് കൂടുതൽ ഇവിടെ ആയിട്ടാണ് പറഞ്ഞത്. മോസ്റ്റ്ലി അത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്ങിൽ കിട്ടുന്ന വെയിലിനും ബീച്ച് സൈഡിലുള്ള വെള്ളത്തിനും അവിടെയുള്ള മണലിനും തനി ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്
അടുത്ത് നമുക്ക് ബീച്ചിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് പറ്റണ കുറച്ചൊരു സംസാരിക്കാം ഡയറക്റ്റാണ്. ഒരു പാർക്കിംഗ് പ്ലേസ് കൊള്ളാമല്ലേ, സൂപ്പറായിരിക്കും കാണാൻ. ഇന്ന് നോക്കാം അവിടെ എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് അവിടെ നിന്നൊരു വ്യൂ പോയിൻ്റ് കിട്ടുമെന്ന് തോന്നണം കേട്ടോ. നല്ല പോലെ ഒരു വ്യൂ പോയിൻ്റ് നമുക്ക് അവിടെ കിട്ടും. ചെക്ക് ചെയ്ത് നോക്കാം. വർക്കല ബീച്ചിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണിത്. കണ്ടല്ലോ എങ്ങനെ ഉണ്ടെന്ന് കണ്ടോ. ആ ഒരു നീല കളർ കൂടെ നമുക്ക് ക്ലിയർ അറിയാൻ പറ്റണം. കണ്ടോ അവിടെ 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 അതിൻ്റെ ഇടയിൽ നമുക്ക് അവിടെ ഒരു ബ്രിഡ്ജുണ്ട്. അത് ഏതോ ഒരു പേര് പറയാം, നമുക്കത് ഞാൻ മറന്നുപോയായിരുന്നു. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്തെന്ന്. ഇപ്പോൾ താഴെ ഇന്ന് ഫ്രൈഡേ ആയിട്ടും നിറയെ പേരുണ്ട്. കണ്ടോ അവിടെ 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 കുട്ടി 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 കുട്ടിയായിരിക്കണം. കണ്ടോ അത് നമുക്ക് അങ്ങ് പോയിട്ട് അടുത്ത വൈബ് എടുക്കാം. ഞാൻ നിൽക്കണതിൻ്റെ അവിടെ ഒരു കൊക്കയാണ്. ഇവിടെ ഉരുണ്ട് പോയി നമുക്ക് നേരെ കടലിനകത്ത് പോവാം. കണ്ടല്ലോ അവിടെ നമുക്ക് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോയിട്ട് അടുത്തുള്ള ഇതുകൾ നോക്കാം കേട്ടോ. മച്ചാൻസ് അങ്ങനെ നമ്മൾ ഇരുന്നിടത്ത് നിന്ന് ബാഗ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇറങ്ങാം. ഇപ്പോൾ വാ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ നമുക്ക് ബീച്ചിലോട്ട് പോകണം. ബീച്ചിലോട്ട് പോയിട്ട് നമുക്ക് അവിടെ ഉള്ള എല്ലാ വിഷയങ്ങളും കാണാം. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ ഇന്ന്. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ. നമ്മൾ നിൽക്കണ ഇടം കൂടെ ഒരു വിട്ടം പോലെ ആയിരിക്കും. കണ്ടല്ലോ ഇങ്ങനെ ആയിരിക്കും. ഇറങ്ങുന്ന ഇടത്തിലൊരു ഇത് കണ്ടായിരുന്നു, ആ ഒരു വീട്ടിൻ്റെ ഒരു ആർക്കിടെക്ചർ ഇവിടെ ഉണ്ടെന്ന്. ഒരു നൈസാണ് കേട്ടോ വീട്. നമുക്ക് ലൈറ്റ് അതുവരെ നോക്കാം. കൊള്ളാമല്ലേ വീട്. നമ്മൾ പറഞ്ഞ വയലാണ് ഉള്ളത്. ഓക്കെ നമുക്കിനി ഇങ്ങോട്ട് നടന്ന് പോവാം. അവനി ഇങ്ങനെ കറങ്ങി കറങ്ങി താഴത്തെ ഒരു ബീച്ചിലോട്ട് പോകണം. നമ്മൾ വരുമ്പോൾ കണ്ടില്ലേ ആ ബീച്ചിൻ്റെ അങ്ങോട്ടാണ് പോകാനുള്ളത് കേട്ടോ. ഇവിടെ നിന്ന് കാണുമ്പോൾ ബീച്ചിൻ്റെ ഒരു ചെറിയൊരു ഇത് കാണാൻ പറ്റും. കണ്ടല്ലോ അതായിരിക്കും ബീച്ച്. അവനി ഇങ്ങനെ നടന്ന് 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 അങ്ങോട്ട് പോകണം. നമ്മളങ്ങനെ വർക്കല ബീച്ചിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി അകത്തോട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. വർക്കല ബീച്ചിൻ്റെ എൻട്രൻസ് എത്തുമ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഹോമം കൊടുക്കണതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. നമ്മൾ അസ്ഥിര ഹോമം കൊടുക്കൂലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. നാരായണ ഗുരുവിൻ്റെ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ അടുത്ത് നമുക്ക് വരാൻ പോണത് ബീച്ചാണ്. ഇപ്പോൾ കൂടെ പറഞ്ഞു കേട്ടോ. ഹായ്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ കളർ കണ്ടോ നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന്. ഇവിടുത്തെ എല്ലാവരും ഇവിടെയാണ് കുളിക്കാൻ പറഞ്ഞത്. വർണ്ണ വയലൊരു സംഭവം കണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി കാണാം. ഇവിടുത്തെ ഒരു വാട്ടർ ഗെയിമിലൊരു സാധനമാണ് ഇതും. കണ്ടല്ലോ അത് കാണാൻ ഒരു ലുക്കുണ്ട് നിങ്ങൾക്ക്. ഇതിൽ ആരെങ്കിലും പറഞ്ഞ ആൾക്കാർ അകത്ത് പോവായിരിക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ ബീച്ചിന് വേണ്ടി കുറച്ച് പോലീസ് സ്കൗട്ട്സ് കാണുമല്ലോ, അവർക്കുള്ളതായിരിക്കും. അത് നിറയെ സെറ്റപ്പ് ഉണ്ട്. ഇവിടെയും വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ ഐറ്റംസ് നിറയെ ഇരിക്കണം അവിടെ എല്ലാം. അപ്പോൾ ഇത് അങ്ങ് അറ്റ വരെ ഉണ്ട് കേട്ടോ. വെള്ളം പറഞ്ഞ വണ്ടി വന്നിരുന്നു. ഇത് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞ കായലിൻ്റെ വെള്ളമാണ്. അവിടെ കറങ്ങി കറങ്ങി അവർ റൂട്ട് കൊടുത്ത് ഇവിടെയാണ് വരുന്നത് കടലിലോട്ട്. അത് കണ്ടായിരുന്നല്ലോ. നമ്മൾ ഇങ്ങോട്ടാണ് നടന്ന് പോകാനുള്ളത്. കണ്ടല്ലോ ഇവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് കറങ്ങി അങ്ങോട്ട് പോകാം. സൈഡിലെല്ലാം നിറയെ ഹിപ്പീസ് ഡ്രസ്സുകളുണ്ട്. കണ്ടോ ഹിപ്പീസിൻ്റെ ഡ്രസ്സുകളാണ്. അപ്പോൾ അത് കണ്ടായിരുന്നു. വാവ് കൊള്ളാം. നമുക്ക് വരുമ്പോൾ ബീച്ച് കണ്ടിട്ട് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ ഈ ലൈറ്റെല്ലാം കത്തുമായിരിക്കും കേട്ടോ. അതായത് ഈ സൈഡ് ഫുള്ള ഇത് വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ ഷോപ്പുകൾ, ഹിപ്പീസ് ഡ്രസ്സുകൾ എല്ലാം ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് എൻ്റെ കണ്ണിൽ ഒരു സാധനം പെട്ടായിരുന്നു കേട്ടോ. അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. എങ്ങനെ ഇരിക്കണം നോക്കണം നിങ്ങൾക്ക്. വാ ഈ സാധനം ആർക്കെങ്കിലും അറിയാമോ? എൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. ബട്ടാണ് ഈ ഒരു സ്പോർട്സിനെ വാട്ടർ ആക്ടിവിറ്റീസിനെ കണ്ടിട്ടുണ്ട് നിറയെ വീഡിയോസ് കേട്ടോ. അതുപോലെ ഇതുകൾ നിങ്ങൾ കാണാൻ പറ്റും. മീൻ പിടിക്കാൻ പോകുന്ന ഇപ്പോൾ പുതിയ സാധനങ്ങളാണ് ഇതെല്ലാം. വാവ് നല്ലൊരിതാണ്. ആ ബ്രിഡ്ജിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. എന്താ വാട്ടർ ബ്രിഡ്ജ് ഒരു വേവിങ് അടിക്കൂലേ, അത് കാണിച്ചു തരാം നോക്കണേ. അതാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വേവിങ്സ് പോലെ ഇങ്ങനെ വളഞ്ഞ് 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 ഇതുവരേക്കും ഉണ്ട്. കണ്ടല്ലോ ഇവിടെ അതിൻ്റെ ഒരു ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. ഈ ബ്രോയാണ് ജോലി ചെയ്യണത്. ആ ബ്രോ ഒന്ന്, ആ ബ്രോ 2 പേര്, ഇവരാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ. ഈ പാത്ത് വേ ആണെങ്കിൽ അറ്റം വരെയും കിടക്കും കാണാൻ. എങ്ങനെ ഇരിക്കണം ബ്രോ? ടോട്ടൽ മീറ്റേഴ്സ് कितना है? 120 मीटर. 120 मीटर्स. ओके 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 ब्रो, थैंक्स.
മനുഷ്യൻസ് 120 meters ഉണ്ട് കേട്ടോ നമുക്കിവിടെ നിന്ന് അങ്ങ് അറ്റം വരെയും പോകാൻ വേണ്ടി. അതൊരു നൈസാണല്ലേ. അവർ ഹിന്ദിയാണ് കേട്ടോ. അവിടെ നിന്ന് ഒന്നാണ് ഇവിടെ ജോലി ചെയ്യണത്. അത് പൊളിച്ച്. നമ്മളൊന്ന് വർക്കല ബീച്ചാണ് കേട്ടോ. അത് നൈസൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ. അതിന് ആ വെള്ളത്തിൻ്റെ കളർ കാണുമ്പോഴാണ് കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി ആയത്. അതുപോലെ ഇവിടുത്തെ നിറയെ സ്റ്റേറ്റിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നിറയെ സ്റ്റേറ്റുള്ള കൂടുതൽ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് ഇവിടെ. അതുകൊണ്ട് നമുക്ക് ഇനി അറ്റം വരെ പോവാം. ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ഒരു സൈഡിലുള്ള ഒരു വ്യൂ കണ്ടല്ലോ വർക്കലയില. നമ്മളിത് ഉയരേറാൻ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നടന്ന് നമുക്കിനി ഇങ്ങോട്ടാണ് പോകാനുള്ളത്. കാണാൻ ഒരു ലുക്കുണ്ട് കേട്ടോ നമ്മൾ നടന്ന് പോണ ഇടങ്ങളും കൂടെ. അതിന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഒരു ഫ്രണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ബ്രോ, അമൽ ബ്രോയാണ്. കയക്കൂട്ടമാണ് വീട് ബ്രോന്. ഹായ് ബ്രോ. ബ്രോ ഒരു ഹായ് ബ്രോ. അപ്പോൾ ബ്രോയിൽ നമ്മളോട് ജോയിൻ ചെയ്യാന്നൊരു ഐഡിയയിലിരിക്കുന്നു ബ്രോ. എന്തുകൊണ്ട് ബ്രോ തോന്നിയത് നമ്മളോട് ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ ഇന്റൻഷൻ നല്ലതായിരിക്കും, അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അത് നമ്മൾ നിറയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ ആരും മോസ്റ്റ്ലി ചെയ്യണില്ല. നമ്മൾ ബ്രോ ഇറ്റാലിയിലുള്ള ബ്രോ ആണ്, പേര് ലിജോ ആണ്. നമുക്കൊരു വലിയൊരു തുകയാണ്. വലിയൊരു തുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 10 രൂപയും വലിയ തുകയാണ്. എന്താണിത്? മച്ചാൻസ് നമ്മൾ വർക്കലയെ വിട്ടിട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് റൂട്ട് പോവുക. ഓക്കെ, താങ്ക്സ് ബ്രോ. പക്ഷേ നമുക്ക് ഇതേപോലത്തെ സപ്പോർട്ടുകൾ കിട്ടുമ്പോൾ കുറച്ചും കൂടെ ഒരു മോട്ടീവ് ആവണം കേട്ടോ പോകാൻ വേണ്ടി. മച്ചാൻസ് നമ്മളിപ്പോൾ അയ്യൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പോകുന്ന ലൊക്കേഷൻ 5.5 കിലോമീറ്ററാണ്. നമ്മളങ്ങനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലും ഇതെല്ലാം ചേർന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനോജ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് കാണാനുള്ളത്. ഇപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ. ഇത് നമുക്ക് ഹോസ്റ്റൽ വരും. ഇതിൻ്റെ അടുത്തൊരു ഓഫീസുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്താണ് പോകുള്ളത്. മനോജ് എന്ന് പറഞ്ഞ ആൾ കാണാൻ. ബ്രോ മനോജ് എന്ന് പറഞ്ഞ സാറ് ഇവിടെ വലത്തോട്ടാണോ? ഓക്കെ, നമുക്ക് കണ്ട് സംസാരിച്ച് നോക്കാം. നമ്മൾ പാരിപ്പള്ളി മെഡിക്കൽ ഹോസ്പിറ്റലിനകത്ത് എല്ലായിടത്തും പോയി നോക്കിയായിരുന്നു, സംസാരിച്ചു. 2-3 പേര് ചെറിയ റെസ്പോൺസെല്ലാം ചെയ്തിട്ടുണ്ട്. 2 സ്റ്റുഡൻസും ഒരു സാറും. അത് നമുക്ക് നല്ലൊരു ഹെൽപ്പായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇനി പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ പാരിപ്പള്ളി ജംഗ്ഷൻ എടുത്ത് കൊല്ലം റൂട്ടാണ് പോകാൻ പോണത് കേട്ടോ. അതുകൊണ്ട് നമുക്കിനി പോണ വഴിയിലുള്ള ചെറിയ ഫുഡ് കഴിക്കണം. നിങ്ങൾ കണ്ടു കാണും രാവിലെ തൊട്ട് ഒരു ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കിനി ഫുഡ് കഴിക്കണം. പോണ വഴിയിൽ കഴിച്ചിട്ട് അടുത്തുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് പോണ വഴിയിൽ കാണാം കേട്ടോ. അടുത്ത് നമുക്ക് പോകുന്ന റോഡ് ഇങ്ങോട്ടാണ്. ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് എടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് വെളിച്ചമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകാൻ ഒരു 5.5 കിലോമീറ്റർ ഉണ്ട്. ആ കിലോമീറ്റർ കഴിഞ്ഞിട്ട് ബിനോയും കൂടെ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് പോണ റൂട്ടിൽ വെച്ച് നമുക്ക് പോകണം കേട്ടോ. നമ്മളിപ്പോൾ പാരിപ്പള്ളി ജംഗ്ഷൻ്റെ എൻഗേജ് റോഡിൻ്റെ അവിടെ ഉണ്ട്. ഇതാണ് എൻഗേജ് റോഡ്. ഇങ്ങോട്ട് പോയി ആ കൊല്ലമാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് പോയാൽ ട്രിവാൻഡ്രം. നമ്മൾ ഇങ്ങോട്ടൊന്ന് കറങ്ങി ഇങ്ങോട്ട് വന്നായിരുന്നു. ഇനി നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. മോസ്റ്റ്ലി നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യും. എന്തെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഫോൺ ചാർജ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. ഇന്ന് നല്ലപോലെ കറങ്ങിയിട്ടുണ്ട്. നല്ലപോലെ അതും ഇന്നൊരു ഹൈലൈറ്റ് നമ്മൾ നടിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? 1 മണിക്കൂറിൽ നമ്മൾ 8 കിലോമീറ്റർ നടന്നു ഏട്ടാ. 8 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറും ഇല്ല അതിന് മുമ്പേ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു. മാക്സിമം കണക്കാണ് പറഞ്ഞത് 1 മണിക്കൂറിൽ നിന്ന് കേട്ടോ. അതുപോലെ നമ്മളത്തെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ബൈപ്പാസിൻ്റെ അവിടെയാണ് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നല്ല കാൽ പെയിനെല്ലാം ഒന്നുമുണ്ട്. ഇന്ന് നല്ല കൂടുതലും നടന്നുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ പാരിപ്പള്ളിയിൽ നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോവാണ്. ഇന്ന് ഡേ 3 വീഡിയോ ഇപ്പുറത്തോടെ നിർത്താൻ പോവുക. ഇനി നാളെ രാവിലെ അടുത്ത ദിവസത്തിൻ്റെ വീഡിയോ കണ്ടിന്യൂസായി വരും. അതേപോലെ ഈ വീഡിയോ കാണുന്നവർ മോസ്റ്റ്ലി നിങ്ങൾ അറിയാനുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. സേവ് സനാതാലയം ആ ഹാഷ്ടാഗ് നിങ്ങൾ മോസ്റ്റ്ലി യൂസ് ചെയ്യണം. നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും പറഞ്ഞ്. ഇതുവരേക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം. ഞാൻ പോണ റൂട്ടിലുള്ള നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നിങ്ങളെ പറ്റുന്ന ഒരു ഹെൽപ്പ് പറയാൻ മറക്കല്ല് കേട്ടോ എപ്പോഴും. അതുപോലെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ വീഡിയോ കാണാം കേട്ടോ. ബൈ.